അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കരയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഉജ്ജ്വല വിജയം നേടി യുവ പ്രദീപ്. മണ്ഡലത്തിലെ കരുത്തുറ്റ ആധിപത്യം തുടർന്ന് LDF. ചേലക്കര നിയോജക മണ്ഡലം ഒരിക്കൽ കൂടി ചുവപ്പണിഞ്ഞിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 76,073 വോട്ടുകൾ നേടി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറി. 2024 ഉപതെരഞ്ഞെടുപ്പിൽ 64,827 വോട്ടുകൾ ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു. 29,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രദീപ് നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും മുൻ വർഷത്തെ അപേക്ഷിച്ച് വോട്ട് വർദ്ധിപ്പിച്ച് 37,286 വോട്ടുകളിലെത്തി. എന്നാൽ UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശിവദാസൻ 46,687 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തെത്തി. 2024 രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന UDFന് വോട്ട് വിഹിതത്തിൽ വൻ ഇടിവാണ് ഇത്തവണ നേരിട്ടത്. 9 പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും LDFനൊപ്പം നിന്നപ്പോൾ വോട്ട് ശതമാനത്തിലെ വർധനവും പ്രദീപിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി. പഴയന്നൂർ, വള്ളത്തോൾ നഗർ, പാഞ്ഞാൽ പഞ്ചായത്തുകളിൽ ഇടത് കോട്ടകൾ കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ കണ്ടത്.